പത്രക്കാരനോട് ചോദിച്ചത് ഈ സാമ്പത്തിക ബാധ്യത ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, ഈ ബാധ്യത എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, KPCC നേതൃത്വമാണ് ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടത്. ഇനിയിപ്പോ ആ കുടുംബത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആത്മഹത്യ ചെയ്ത വിജയന്റെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മകനെയും മകന്റെ ഭാര്യയെയും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 3 കുട്ടികളുമുണ്ട്. അവരാണെങ്കിൽ ഈ സാമ്പത്തിക ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല. അപ്പോ KPCC ഏറ്റെടുക്കണം. ഞാൻ ചോദിച്ചു അവരോട്, കുടുംബക്കാരോട് ചോദിച്ചു, തിരുവഞ്ചൂരൊക്കെ വന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ, സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർ ഈ കടമൊക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു ഉറപ്പില്ല, വ്യക്തതയൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റെടുക്കണം KPCC നേതൃത്വം. അപ്പൊ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുക? KPCC നേതൃത്വം ഈ ബാധ്യത ഏറ്റെടുക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കുന്നതിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ട് ഏറ്റെടുക്കും. അതിനൊക്കെ ഒരു സംശയവും വേണ്ട. വെറുതെ പോയി കണ്ടുവരിക മാത്രമല്ല, മനുഷ്യത്വപരമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക ആ കാര്യത്തിൽ. പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാണ്ട് ഞങ്ങൾ ഏറ്റെടുക്കണമെന്നല്ല. ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറൊന്നുമല്ല. പക്ഷെ നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ആ മനുഷ്യത്വപരമായ നിലപാട് ഈ ബത്തേരിയിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന എന്റെ അഭിപ്രായം. അതിന് മുൻകൈ എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരുക്കമാണ് എന്നാണ് ഞാൻ പത്രക്കാരോട് തന്നെ വ്യക്തമാക്കിയത്. ഇതാ നിലപാട്. അതുകൊണ്ട് എന്തും ചെയ്യാം. എല്ലാം പണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ പണ്ട് മുതലേ ഇമാതിരിയുള്ള ഇടപാടുകളുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാനന്തവാടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ, സുധാകരന്റെ കെട്ടിയിറക്കിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ട് ജോണി ആണ് യഥാർത്ഥ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വന്നു. കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ്. ജോണി മത്സരിച്ചു. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജോണി, സുധാകരന്റെ സ്ഥാനാർത്ഥി പറയാം ബദലായിട്ട് സുധാകരനൊറ്റ അതെ ഒരാൾ മത്സരിച്ചു. രണ്ടാളും കൂടി മത്സരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് കിട്ടുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പറ്റി. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞു. വോട്ടെണ്ണി നോക്കിയപ്പോ കിട്ടിയ വോട്ടത്ര അറിയാം, 8. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 8 വോട്ട്. അന്തസ്സുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പിന്നെ ജീവിച്ചിരിക്കുമോ? 8 വോട്ട്. സുധാകരന്റെ സ്ഥാനാർത്ഥിക്ക് കുറച്ച് വോട്ട് കിട്ടി. അവസാനം തൂക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ജോണി 2 ദിവസം കഴിഞ്ഞപ്പോ കോൺഗ്രസ് ഓഫീസിൽ കയറി കെട്ടി തൂങ്ങിച്ചെത്തു. അത് അദ്ദേഹത്തിന് അതേ ചെയ്യാൻ സാധിക്കും. അവരൊന്നും പറഞ്ഞിട്ട് കാര്യം. കെട്ടി തൂങ്ങിച്ചെത്തു. ഇത് ഈ വയനാട് തന്നെയാ അല്ലേ? ഇങ്ങനെ എത്ര സംഭവങ്ങൾ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. കേരളത്തിലുടനീളം ഒരുപാട് സംഭവങ്ങളുണ്ട്. സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആത്മഹത്യ ചെയ്ത കുറെ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കോ പ്രസംഗത്തിലേക്കൊന്നും പോകാൻ ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാം വേദനിപ്പിച്ചതാണ് സ്വന്തം മകനെ കൊന്ന് സ്വയം ജീവനൊടുക്കിയ കോൺഗ്രസ് നേതാവിന്, ആ കുടുംബത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം പറയാൻ ഇപ്പോ ബാലകൃഷ്ണൻ ഇവിടെ ഇല്ല. MLA കാണാനില്ല. ഇവിടെ ആരും കണ്ടി ഞങ്ങൾ നാട്ടിലിറങ്ങി നടക്കാനാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കല്യാണത്തിനാണത്ര. ഏത് കാട്ടിലാണെന്ന് ആർക്കറിയാം? ആ വാർത്ത വന്നത് എപ്പോഴാ? ആ വീഡിയോ ക്ലിപ്പ് വന്നത് എപ്പോഴാ? 15-ാം തീയതി വരെ, ഈ വരുന്ന 15-ാം തീയതി വരെ പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്ന് മുൻകൂർ ജാമ്യത്തിന് പോയപ്പോ ഈ ഒരു വ്യവസ്ഥയോടുകൂടി അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ കർണാടകത്തിലാണ് ഉള്ളത്, ഞാനൊരു കല്യാണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഒളിവിൽ പോയ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA ഇപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു വീഡിയോയിലൂടെ. നാട്ടിലിറങ്ങാനാവാത്ത സാഹചര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കോടതിയെ ഉപയോഗപ്പെടുത്തിയിട്ട് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1-ാം പ്രതിയും 2-ാം അപ്പച്ചൻ നിങ്ങൾക്ക് അറിയുന്നയാളാണ്, എല്ലാവർക്കും അറിയാലോ. DCC പ്രസിഡന്റാണ്, എന്റെ സുഹൃത്തുമാണ്.
ഞങ്ങളൊക്കെ ഒപ്പം MLA ആയിരുന്നു ഉണ്ടായിരുന്നതാണ് അസംബ്ലിയിൽ മുമ്പ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രതിയാണ്. പിന്നെ ഗോപിനാഥ് മൂന്നാമത്തെ, അദ്ദേഹം ഇതിന്റെ പ്രധാനപ്പെട്ട വക്താവാണ്. അദ്ദേഹത്തെ മുമ്പ് പുറത്താക്കിയതാണ്. ഇതേപോലെ തന്നെ അഴിമതി കേസിന്റെ ഭാഗമായിട്ട് മുമ്പ് പുറത്താക്കിയതാണ്. ആ പുറത്താക്കിയ ആളാണ് ഇപ്പോൾ ഇവിടെ നേതാവായിട്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ഒരു നിലപാട് സ്വീകരിച്ചു പോയി വിജയൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മരിക്കാനിടയായത്. അല്ലെങ്കിൽ ഗോപിയെ പോലെ തന്നെ നിൽക്കാനൊക്കെ കഴിയുമായിരുന്നു. അത് പറ്റിയില്ല. അപ്പൊ ഞാനതിന്റെ വിശദീകരണത്തിലേക്കല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള നിലപാടുകളെ ഫലപ്രദമായിട്ട് എതിർക്കണം. ആരായാലും, ഏത് പാർട്ടിയായാലും. ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് ഇതിന്റെ മേലെ ഓരോന്നിന്റെയും മേലെ നിലപാട് സ്വീകരിക്കാറുണ്ട്. ഒന്നിനെയും മൂടി വെക്കാറില്ല.